അസ്സലാമു അലൈക്കും. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലേ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ആയുസ്സ് നീട്ടിക്കിട്ടാൻ. ദീർഘായുസ്സ് കൊതിക്കാത്തവർ തന്നെ ആരും തന്നെ ഉണ്ടാവുകയില്ല. ദീർഘകാലം സന്തോഷത്തോടു കൂടി ജീവിക്കാനും മരിക്കാനുമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകണമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഇണക്കങ്ങളും പിണക്കങ്ങളുമായി പല പ്രശ്നങ്ങളുമായി താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കുടുംബങ്ങളുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ ചുരുക്കം ചിലർ മാത്രമേ ഇന്ന് കാണുകയുള്ളൂ. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഭിക്ഷമായ ആഹാരവും ദീർഘായുസ്സും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ. കുടുംബബന്ധം പുലർത്തൽ ആയുർദൈർഘ്യം നൽകും. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരെ ഇഹലോകത്തും പരലോകത്തും പ്രത്യേകമായ വിജയമുണ്ട്. അതുമല്ല, അള്ളാഹു അവന് ദീർഘായുസ്സ് നൽകുകയും ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും തൻ്റെ നാഥനെ സൂക്ഷിച്ച് കുടുംബബന്ധം പുലർത്തിയാൽ അള്ളാഹു അയാൾക്ക് ദീർഘായുസ്സ് നൽകും, സമ്പത്തിൽ അഭിവൃദ്ധി നൽകും, കുടുംബക്കാർ അയാളെ വളരെയധികം ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ കിതാബിൽ കാണാം, 7 ദിവസത്തിൻ്റെ ഉള്ളിൽ റൂഹ് പിടിക്കേണ്ട വ്യക്തിയെ അദ്ദേഹം നേരത്തെ മുറിച്ചു കളഞ്ഞ കുടുംബബന്ധം പുലർത്തിയ ഒറ്റ കാരണത്താൽ അയാൾക്ക് 20 വയസ്സ് കൂട്ടിക്കൊടുത്തു. മഹാനായ ഇമാം വഹാബ് പറയുന്നു, ഒരാളുടെ വയസ്സ് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ അയാൾ കുടുംബബന്ധം ചേർത്താൽ അയാൾക്ക് അള്ളാഹു 30 വയസ്സ് നീട്ടിക്കൊടുക്കും. അതേപ്രകാരം ഒരാളുടെ വയസ്സ് 30 കൊല്ലം ബാക്കി നിൽക്കെ കുടുംബബന്ധം മുറിച്ചാൽ അത് കാരണം 3 ദിവസമായി അയാളുടെ ആയുസ്സിനെ ചുരുക്കിക്കളയും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുടുംബബന്ധം പുലർത്തിയാൽ അവർക്ക് ദീർഘായുസ്സും സുഭിക്ഷമായ ആഹാരവും ലഭിക്കും. കൂടാതെ അന്ത്യനാളിൽ അർശിൻ്റെ നിഴൽ ലഭിക്കുകയും ചെയ്യും. അവസാനമായി തൗറാത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യ, നീ നിന്റെ നാഥനെ സൂക്ഷിക്കുക, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബബന്ധം പുലർത്തുക, എന്നാൽ അള്ളാഹു നിനക്ക് ദീർഘായുസ്സ് നൽകും. അപ്പോൾ എല്ലാവരും കുടുംബബന്ധം ചേർക്കുക. തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് പോയി മിണ്ടുക. നാം എല്ലാവരും നല്ലത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ